ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീം കോടതി നൽകിയ ഇടക്കാല സ്റ്റേ നീക്കണമെന്ന് എതിർകക്ഷി ഡി കുമാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. സ്റ്റേ നൽകിയിട്ട് 6 മാസത്തിലേറെയായി കേസിൽ തീരുമാനം നീളുന്നുവെന്നും ഡി കുമാർ ആവശ്യപ്പെടുന്നു. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലഗോപാൽ, വേഗത്തിൽ കോടതി പരിഗണിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ? ഈ ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ MLA ആയ എ രാജ നൽകിയ ഹർജിയായിരുന്നു ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുകയാണെന്നും ഈ ഹൈക്കോടതി വിധി ഏതാണ്ട് 6 മാസം മുമ്പ് ഈ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസിലെ എതിർകക്ഷിയായ ഡി കുമാർ, UDF സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ അടിയന്തരമായി കേൾക്കണമെന്നാണ് കുമാറിന്റെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ സുപ്രീം കോടതി അവർ നൽകുന്ന സാഹചര്യത്തിൽ MLA ആയി എ രാജയ്ക്ക് തുടരാൻ വേണ്ടി കഴിയുന്നു എന്നാണ് ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് അടുത്ത ബുധനാഴ്ച ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസും സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 6 മാസത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലാണ് അടുത്ത ബുധനാഴ്ച ഇപ്പോൾ പരിഗണിക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്.